ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ക്രോക്കറി ഐറ്റംസിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, അൺബോക്സിങ് സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് എന്തായാലും കണ്ടു നോക്കണം. നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണത് പർച്ചേസ് ചെയ്യുക, ആ ഒരു വിശാൽ മെഗാ മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പിൽ എങ്ങനെയാണ് നമ്മൾ ആപ്പിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക, അതുപോലെ തന്നെ ഓൺലൈനിൽ എങ്ങനെ അപ്ലൈ ചെയ്യും, അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ് കൊടുക്കുക, നമ്മുടെ നിയർ പ്ലേസിൽ അത് അവൈലബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യും, അതിലെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. അപ്പം ഇന്നും കുറച്ച് എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ക്രോക്കറി ഐറ്റംസ് ഞാൻ ഇന്നും കാണിക്കുന്നതായിരിക്കും. അപ്പം അത് നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ടീ സെറ്റാണ് കേട്ടോ. ഞാനും ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഞാൻ നാട്ടിലേക്ക് വന്നപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടീ സെറ്റാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു 5 പീസ് സെറ്റാണ്. ഒരു ജഗ്ഗും അതിൻ്റെ ലിഡുമായിട്ട് പിന്നെ 4 കപ്പും വരുന്നതാണ്. ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിൽ വൈറ്റ് ജഗ്ഗിൽ ഒരു എന്താ പറയുക, പെട്രോൾ ബ്ലൂ പോലത്തെ ലൈറ്റ് ബ്ലൂ കളറ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കപ്പിനും അതുപോലെ തന്നെ ആ ഒരു ജഗ്ഗിനും. നല്ല ഭംഗിയാണ്, നല്ല ഒരു ഫിനിഷിങ്ങും ഒക്കെ ഉള്ളതാണ് കേട്ടോ. ജസ്റ്റ് 299 റുപ്പീസേ ഉള്ളൂ ഇതിന് വരുന്നത്. ഈ ഒരു ജഗ്ഗിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാനപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. ഇതുപോലെ തന്നെ വേറെയും കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഞാനൊരു ഷോപ്പിംഗ് വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഈ ഒരു വൈറ്റ് സെയിം ഈ ഒരു ഡിസൈൻ അല്ല, വേറെ 5 പീസ് സെറ്റിൽ തന്നെ വേറൊരു ടൈപ്പിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് പീസ് വന്നിട്ട് ഈ ഒരു 2 പീസ് സെറ്റാണ്. ഈ 2 പീസ് സെറ്റിന് 79 റുപ്പീസ് എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഞാൻ റേറ്റൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ സ്ക്രീനിന് താഴെയായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ റേറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് ഓരോന്നിൻ്റെയും കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല. ഇത് വന്നിട്ട് കുറച്ച് മാർബിൾ ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടില്ല കേട്ടോ. 2 പീസാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു ബൗളാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു വൈറ്റ് ഉണ്ടല്ലോ, അത് മെലാമിൻ മെറ്റീരിയലാണ് കേട്ടോ. ഇത് പക്ഷേ സെറാമിക്കാണ്. 20 റുപ്പീസാണ് ഓരോന്നത്തിനും. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സ്ക്വയർ, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ 2 കമ്പാർട്ട്മെൻ്റായിട്ട് കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മൾ സോസൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നൊരു പ്ലാറ്റർ പോലത്തെയാണ്. അതിന് 20 റുപ്പീസാണ് വരുന്നത്. മെലാമിനാണ് മെറ്റീരിയൽ. ഇതും മെലാമിൻ മെറ്റീരിയൽ തന്നെയാണ്. ഒരു കുഞ്ഞു സ്നാക്കോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഐറ്റംസൊക്കെ സ്നാക്കൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്ററാണ്. സെൻറ്ററിൽ ഒരു 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു മാർബിൾ ഡിസൈനാണ്. ബാക്കിലും ഇതുപോലെ ചെറിയൊരു ഡെക്കറേഷൻ പോലെ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അകത്ത് കാണാൻ നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ സെയിം വൈറ്റും അവൈലബിൾ ആണ്. അപ്പം അതാണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ. അതേ സെയിം മെറ്റീരിയൽ തന്നെ സെയിം ഡിസൈനിലാണ് ഈ ഒരു പ്ലാറ്റർ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഞാനൊന്ന് ആ ഒരു ഷോപ്പിംഗ് വ്ലോഗിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക സാധനങ്ങളും മെലാമിൻ മെറ്റീരിയലാണ് കേട്ടോ. സെറാമിക് അല്ലെങ്കിൽ മെലാമിൻ, കൂടുതലും മെലാമിൻ മെറ്റീരിയൽ തന്നെയാണ്. ഇതും നല്ലൊരു പ്ലാറ്ററാണ്. ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ച് പൊങ്ങിയിട്ടാണ് കേട്ടോ. ഇത് ഫ്ലാറ്റായിട്ടല്ല വരുന്നത്, 2 സൈഡിലും ഇങ്ങനെ കുറച്ച് ചരിവ് പോലെ വന്നിട്ടുണ്ട്. അതിന് 99 റുപ്പീസാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഓർഗനൈസറാണ്. നമുക്ക് സ്പൂണ് അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ്, ഫോർക്ക് സ്പൂണൊക്കെ വെക്കാൻ പറ്റുന്നൊരു ഓർഗനൈസറാണ്. ഇത് വന്നിട്ട് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 79 റുപ്പീസ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എന്നാലും നല്ല തിക്കായിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. പക്ഷെ താഴെ വന്നിട്ട് കുറച്ച് ഒരു യെല്ലോ കളറിലായിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ആ ഒരു ലൈന് കണ്ടോ, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. നല്ല ഭംഗിയാണ്, എന്നാലും ഫിനിഷിങ്ങൊക്കെ അടിപൊളിയാണ്, എനിക്കിഷ്ടമായി. അപ്പോൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു വൈറ്റ്
അകത്തൊരു മാർബിൾ ഡിസൈൻ കൊടുത്തിട്ട് ഒരു പ്ലാറ്ററാണ്. ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു കമ്പാർട്ട്മെൻറ്റ് പോലെ കണ്ടോ, ഇതുപോലെ കുഞ്ഞു എന്തെങ്കിലും സോസ് പോട്ട് പോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതില്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ചധികം ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ വെച്ച് കൊടുത്താൽ കുറച്ച് കൂടുതൽ ഐറ്റംസ് എന്തെങ്കിലും വെക്കാം. സ്നാക്കായിട്ടോ വേറെ എന്തെങ്കിലും ഐറ്റംസ് ആയിട്ടോ നമുക്ക് ഈ പ്ലാറ്റർ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ സെയിം ബ്ലാക്ക് തന്നെ ഞാൻ മുമ്പത്തെ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫുള്ളായിട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ. അത് ബ്ലാക്ക് ആയിരുന്നു, പക്ഷേ ഇതിൻ്റെ സെയിം പീസ് തന്നെയാണ്, സെയിം വൈറ്റാണ്. ഒരെണ്ണം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം എനിക്ക് അവിടെ പഞ്ചാബിൽ കോട്ടണിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ പല വെറൈറ്റീസിലുണ്ട്, ഈ ഒരു ഡിസൈന് മാത്രമല്ല കേട്ടോ. എനിക്കിങ്ങനെ ഒരുപാട് പ്രിൻ്റ് വരുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഇതിൻ്റെ ലിഡും ഈ ഒരു ബൗളും അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഹാൻഡിൽ കണ്ടോ, അതും നല്ല തിക്കായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ, അത്യാവശ്യം തിക്കായിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നപ്പോൾ 1-2 പ്രാവശ്യം താഴെ ചാടിയിട്ടോ ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്വാളിറ്റി ടൈപ്പ് തന്നെയാണ്. 129 റുപ്പീസായിരുന്നു അതിന്. ഇത് വന്നിട്ട് ഒരു 20 റുപ്പീസിൻ്റെ അത്യാവശ്യം സ്റ്റാൻഡേർഡൊക്കെ ഉള്ളൊരു കുഞ്ഞ് കപ്പാണ്. ഇത് ഒരുപാട് കുറച്ച് വൈഡാണ്, പക്ഷെ ഒരുപാട് ഹൈറ്റൊന്നും ഇല്ല. എന്നാലും നമുക്ക് 20 റുപ്പീസിന് വേർത്തല്ലേ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു എന്താ പറയുക മിൽക്ക് ജഗ്ഗാണ് കേട്ടോ. ഇത് ഞാൻ പക്ഷേ വിശാൽ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതല്ല, എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചതായിരുന്നു. കണ്ടപ്പം ഞാൻ വീഡിയോയിലൊന്ന് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് മാത്രം. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ വന്നിട്ടുള്ളത് ഇത് കപ്പ് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പലതും മാറുന്നുണ്ടാവും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വാങ്ങിച്ചതായിരുന്നു ഈ ഒരു കപ്പിൻ്റെ സെറ്റ്. ഇതിൻ്റെ സെയിം റൗണ്ടും ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് നമ്മൾ അകത്ത് വന്നിട്ടൊരു സ്ക്വയർ ഷേപ്പിലാണ്. ഓക്കെ, അപ്പം അതിന് 6 പീസിൻ്റെ സെറ്റാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് 2 എണ്ണം മാത്രമേ എടുത്ത് കാണിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ഞാനിപ്പോൾ കാണിക്കുന്നത് വിശാൽ മാർട്ട് മെഗാ മാർട്ട് എങ്ങനെ ഷോപ്പിൽ നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ വിശാൽ മെഗാ മാർട്ട് എന്ന് സെർച്ച് ചെയ്തിട്ട് അതാദ്യം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ നേരത്തെ ഇത് ലോഗിൻ ചെയ്തതായിരുന്നു, ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത് നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് OTP വരും. അതും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്പ് ഓപ്പൺ ആയിട്ട് കിട്ടും. എന്നിട്ട് അത് ഞാനിപ്പോൾ OTP ഒക്കെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് മെസ്സേജ് ആയിട്ട് വരും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ OTP അടിച്ചു കൊടുക്കുന്നത്. സാധാരണ നോർമൽ നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളുടെ ലൊക്കേഷൻ ഇപ്പോൾ ഞാൻ നേരത്തെ അത് ഇപ്പോൾ ലോഗിൻ ചെയ്ത് വെച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാക്റ്റ് പ്ലേസ് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഡെലിവറി ടു മുകളിൽ കണ്ടോ ആ ഒരു അവിടെ ലൊക്കേഷൻ്റെ ആ ഒരു മാർക്ക് കാണിച്ചിട്ടില്ല. ആ ഒരു ഏരിയയിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഡ്രസ്സ് കറൻറ്റ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഏത് ലൊക്കേഷൻ വേണമെങ്കിലും അവിടെ കൊടുക്കാം. നമ്മുടെ ലൊക്കേഷനിൽ നിയർ ബൈ എവിടെയെങ്കിലും മീൻസ് അതായത് നമ്മുടെ ഏരിയയിലടുത്ത് ഈ ഒരു വിശാൽ മെഗാ മാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ്റെ പേര് അടിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ടോ, അത് അൺഅവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇപ്പം ഞാനിവിടെ 1-2 പ്ലേസ് കാണിക്കുന്നുണ്ട്. അതിപ്പം നേരത്തെ കാണിച്ചത് അവിടെ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് കൊടുത്തു, അവിടെ ഇത് അവൈലബിൾ ആയതുകൊണ്ട് ഇത് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നു. അതില്ലാന്ന് കാണിക്കുമ്പോഴാണ് ഒരു മെസ്സേജ് വരും അൺഅവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പം ഞാൻ കൊടുക്കുന്നത് ഞാൻ പഞ്ചാബിൽ യൂസ് ചെയ്യുന്ന ആ ഒരു കറൻറ്റ് ലൊക്കേഷനാണ്. അവിടുത്തെ അഡ്രസ്സാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്, പത്താൻകോട്ട് എന്ന് പറയും. അവിടുത്തെ കൊടുത്തപ്പോൾ എനിക്ക് കറക്റ്റ് ഇത് ഓപ്പൺ ആയിട്ട് കിട്ടി. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഹോം ആൻഡ് കിച്ചൺ എന്ന് പറഞ്ഞ ഈ ഒരു ഇതിൽ പോയിട്ടാണ് ഞാൻ ഓരോ പ്രോഡക്റ്റുകളും പർച്ചേസ് ചെയ്യുന്നത്. അതിൽ ഡ്രസ്സുകളും ഗ്രോസറി ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതിൽ അവൈലബിൾ ആണ് കേട്ടോ, ഈ ഒരു ആപ്പിൽ, ഈ ഒരു ഷോപ്പിൽ. അപ്പം ഞാനിവിടെ ഈ ഒരു ഹോം ആൻഡ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്തു. അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ ടേബിൾ വെയർ ആൻഡ് ഡിന്നർ വെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക്
ഒത്തിരി ഐറ്റംസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ക്രോക്കറി ഐറ്റംസ് എല്ലാം അതിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റോറേജസ്, അതുപോലെ തന്നെ ഫർണിഷിങ്, ബാത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളത് ഈ ഒരു ടേബിൾ വെയർ ആൻഡ് ഡിന്നർ വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിലാണ് കേട്ടോ. അതിൽ തന്നെ പിന്നെയും കുറേ ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സെർവ് വെയർ, അതുപോലെ തന്നെ കപ്പ് ആൻഡ് മഗ്സ്, ഡിന്നർ വെയർ, ഡിന്നർ സെറ്റ്സ്, അതുപോലെ ബോട്ടിൽസ്, അങ്ങനെ ഒരുപാട് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി, ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കുറേ ഓപ്ഷൻസ് ആയിട്ട് പാർട്ടായിട്ട് അവർ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു കപ്പ് ആൻഡ് ആ ഒരു ഇതിൽ സെലക്ട് ചെയ്തിട്ട് സെർവ് വെയറിലൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് സെർവ് വെയറിൽ സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ച പ്രോഡക്റ്റ്, ഇപ്പോൾ 5 പീസ് സെറ്റ് ഞാൻ കാണിച്ചല്ലോ അതുള്ളത്. അതിൽ 299 റുപ്പീസാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് വീട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പിക്കിൾ സെറ്റാണ്. ഇത് 199 റുപ്പീസാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ട്രേകൾ. പിന്നെ ഇപ്പം വിൻ്റർ സീസണാണ് അവിടെ. വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഈ ഒരു എന്താ പറയുക കാസറോൾ ടൈപ്പൊക്കെ അതിൽ വരാറുള്ളത്. സീസൺ അനുസരിച്ചിട്ട് ഇപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ആകുന്ന ടൈമിൽ അവരൊരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടിൽസ്, അതുപോലെ തന്നെ എന്താ പറയുക സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സ്, അങ്ങനെയുള്ളതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാകും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് കളക്ഷൻസ് വരും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വിൻ്റർ സീസൺ വന്നപ്പം കാസറോൾ, അതുപോലത്തെ വിൻ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ്, തെർമലായിട്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഓരോ സീസണിലും നമുക്കവിടെ ഈ ഒരു ക്രോക്കറി ഐറ്റംസിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഇതിൽ കണ്ടോ, ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറേ ഐറ്റംസ് തന്നെ നമുക്ക് ഈ ഒരു ആപ്പിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആണ് ഈ ഒരു ആപ്പ്. ഇത് ഇനിയിപ്പം ഞാൻ കാണിക്കുന്ന അതെങ്ങനെ നമുക്ക് കാർട്ടിലിട്ടിട്ട് ഓരോന്നും കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് അത് പിന്നെ എന്താ പറയുക പ്രൊസീഡ് ടു കാർട്ട് എന്ന് കൊടുത്തിട്ട് അതിൽ നമ്മളുടെ അഡ്രസ്സ് കൊടുക്കുക. കംപ്ലീറ്റ് നമ്മൾ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ് നമുക്ക് ചൂസ് ചെയ്യുന്നതിനുള്ള ഡേറ്റ്. ഏത് ഡേറ്റിനാണോ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്, എന്നാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് ആ ഒരു ഡേറ്റ് കൊടുക്കുക. അതായത് ഇന്നോ നാളെയാണ്, അങ്ങനെയാണ്. അതിൽ കൂടുതലൊന്നുമില്ല, ഇന്നോ അല്ലെങ്കിൽ നാളെ. ഇനിയിപ്പം ഇന്നത്തെ ടൈം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളത്തെ ഡേറ്റിൽ അതിൽ എത്ര ടൈമിലാണോ, അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം നമുക്ക് കംഫർട്ടായിട്ടുള്ള ആ ഒരു ടൈം അവർ തന്നെ നമ്മളോട് ചോദിക്കുകയാണ്. ആ ഒരു ടൈമിൽ അവർ നമുക്ക് എത്തിച്ചു തരും. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് തന്നെ എപ്പോഴും ഒന്നും പോയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. ഗേറ്റിന് പുറത്ത് പോയിട്ട് അവർ നേരിട്ട് നമ്മളെ കയ്യിലേക്കാണ് തരിക. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴാണോ കംഫർട്ട് ആവുന്നത് ആ ഒരു ടൈമിൽ അവർ നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചു തരും. അപ്പം അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൊക്കേഷനിൽ എവിടെയൊക്കെയാണ് ഈ ഒരു വിശാൽ മെഗാ മാർട്ട് ഉള്ളത് എന്ന് വെച്ചാൽ അത് ആദ്യം ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വിശാൽ മെഗാ മാർട്ട് എന്ന് സെർച്ച് ചെയ്തു. നിയർ ബൈ എന്നാണ് അടിച്ചത്. അപ്പോൾ എൻ്റെ നിയറായിട്ട് വരുന്നത് എനിക്ക് ഇവിടെ തമിഴ്നാട്ടിലുള്ളൂ. എനിക്ക് കേരളത്തിൽ ഈ ഒരു ഷോപ്പ് ഇല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് കേരളത്തിലുള്ള ഒരെണ്ണം എനിക്കിതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. തമിഴ്നാട് കാണിക്കുന്നുണ്ട്, ഊട്ടി അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ത്യയിൽ നമ്മൾ വിശാൽ മെഗാ മാർട്ട് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്തപ്പം ഒരുപാട് സ്റ്റേറ്റിൽ ഓരോ സ്റ്റേറ്റിലും എത്ര ഡിസ്ട്രിക്റ്റിൽ അതുണ്ട് അവൈലബിൾ ആണെന്നൊക്കെ ഒരുപാട് ഓപ്ഷൻസ് എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത്രയും ഷോപ്പുകളുണ്ട്. ഇനിയിപ്പം നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നവരുണ്ടാവും, കേരളത്തിന് പുറത്ത് നിൽക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പം ഹസ്ബൻഡ് മാത്രം അല്ലെങ്കിൽ വേറെ ഫാമിലീസ് ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ